സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ക്വസ്റ്റ്യൻ. പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ടാവുക ജനറേറ്റർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളൊന്ന് ഓർക്കുക. നമുക്ക് എങ്ങനെയാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് ജനറേറ്റർ മെട്രിക്സ് തന്നിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. തന്നിരിക്കുന്നത് എങ്ങനെയാണ് ജനറേറ്റ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഫോർ എ ഗിവൺ 7,4 കോഡ്. എന്നിട്ട് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ജി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്ന ഒരു 4 സ്റ്റെപ്പേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന വാല്യൂസ് തിരിച്ചു മറിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത്രയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും. ജി എന്ന് പറയുന്നതാണ് ജനറേറ്റർ മെട്രിക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു സ്പെസിഫിക്കേഷൻ 7,4 കോഡ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോഡിനകത്ത് ഈ 7,4 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊന്ന് അറിയണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് n, k എന്നാണ്. അപ്പൊ n, kയുടെ സ്ഥാനത്ത് ഇവിടെ തന്നിരിക്കുന്നത് 7,4 എന്നാണ്. നമുക്ക് നോക്കാം. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോഡ് വരും. അതായത് നമ്മൾ ഫൈനലി അതായത് ഈ പാരിറ്റി ചെക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഡേറ്റ അയക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അഡീഷണലി കുറച്ച് ബിറ്റ് അയക്കും. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് 4 ബിറ്റാണ് അയക്കാനുള്ളതെങ്കിൽ 4 ബിറ്റ് ബൈനറി ഡേറ്റ ആണ് അയക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ അഡീഷണലി കുറച്ച് ബിറ്റ്സും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് ചാനലിൽ കൂടെ പോകുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതിലൊരു മെത്തേഡാണ് ഈ പാരിറ്റി ചെക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ബിറ്റും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പാരിറ്റിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ടോട്ടലി നമ്മൾ അയക്കുന്ന ബിറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നതാണ് n കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോഡ് വരും. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു n എന്താണെന്നുള്ളത്. സിമ്പിൾ ആണ്. 7,4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ n k എന്ന് ഓർക്കുക. ആദ്യത്തെ വാല്യൂ n-ന്റെ ആണ്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മെസ്സേജ് ബിറ്റ് അല്ലെ ഡേറ്റ ബിറ്റ്. ശരിക്കും എത്രയായിരുന്നു ആ ഡാറ്റയുടെ ലെങ്ത്, അതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സാധനം. അതാണ് കെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കിട്ടി, എന്നും കിട്ടി, കെയും കിട്ടി. അപ്പൊ ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അത് 7ഉം 4ഉം ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാം. അഡീഷണലി എത്ര ബിറ്റ് അയച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ 7 ബിറ്റ്സ് ഇപ്പൊ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 7/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 7 ബിറ്റ്സ് അയക്കുന്നുണ്ട്. അതിൽ 4 ബിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി. നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ജി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാകും. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ജി എന്ന് പറയുന്ന മെട്രിക്സിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഒന്ന് പറയുന്നതാണ് ഈ ടോട്ടൽ തന്നിരിക്കുന്ന ജി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സുകൾ ചേരുന്നതാണ് ഈ ജി എന്ന് പറയുന്ന മെട്രിക്സ്. ഐ എന്ന് പറയുന്ന മെട്രിക്സും പി എന്ന് പറയുന്ന മെട്രിക്സും കൂടെ പാരിറ്റിയുടെ മെട്രിക്സും കൂടെ ചേർന്ന് ഐഡന്റിറ്റി മെട്രിക്സും പാരിറ്റി മെട്രിക്സും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിറ്റി മെട്രിക്സും പാരിറ്റി മെട്രിക്സും. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ ജി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ജി തന്നെ ഒന്ന് നമ്മൾ മെട്രിക്സിന്റെ ഫോമിലാക്കി എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ജി മെട്രിക്സിൽ ഏതാണ് ഐഡന്റിറ്റി മെട്രിക്സ്, ഏതാണ് പാരിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആയിരുന്നു. രണ്ടാമത്തെ നമ്മൾക്ക് പോവാണ്. അതിന് ഇത്രയേ ഉള്ളൂ. പി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 3 ബിറ്റ് ആണെന്നല്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അവസാനത്തെ 3 ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, ഈ അവസാനത്തെ 3 ഇതായിരിക്കും നമ്മുടെ പാരിറ്റി ബിറ്റ്. പാരിറ്റി ബിറ്റ് അല്ല ഇവിടെ പറയാം, പാരിറ്റി മെട്രിക്സ്. പാരിറ്റി മെട്രിക്സ് കിട്ടി. ബാക്കിയുള്ള പോർഷൻ ആണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് ഐ എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്ന മെട്രിക്സിൽ 2 പോർഷൻ ഉണ്ടാവും, ഐഡന്റിറ്റി മെട്രിക്സും പാരിറ്റി മെട്രിക്സും. അപ്പൊ നോക്കുക, ഈ ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ കളിച്ചത് ഐ കെ എന്നാണ്. അപ്പൊ കെ ആണ് ഇതിൽ ലെങ്ത്. അപ്പൊ 4 നമ്മുടെ വാല്യൂ കെ അല്ലെ. അപ്പൊ നോക്കുക, 4 വാല്യൂസ് നമ്മൾ എഴുതണം. ഐഡന്റിറ്റി മെട്രിക്സ് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോർമാറ്റിൽ പോകും. ഡയഗണലി 1 ആയിരിക്കും. ഒരു റോയിൽ ഒരെണ്ണം മാത്രമേ 1 ആവത്തുള്ളൂ. നോക്കി, ഈ രീതി പോകുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് 4/4, 4 റോയും
4 കോളം ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. 3 എന്ന് പറഞ്ഞാൽ I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 3 റോയും 3 കോളം ആയിരിക്കും. അപ്പൊ 1 0 0 വരും, 0 1 0 വരും, 0 0 1 വരും. വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് ഇത് രണ്ടും. അതേതാണെന്ന് സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ 4 ആ സെറ്റ് എടുക്കുമ്പോൾ അത് ഐഡന്റിറ്റി മെട്രിക്സ് ആയി, ബാക്കിയുള്ളതാണ് പാരിറ്റി മെട്രിക്സ്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ്. ആദ്യത്തെ സ്റ്റെപ്പ് സിമ്പിൾ ആയിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് അതിലും സിമ്പിൾ ആണ്. തന്നിരിക്കുന്നതിന് രണ്ടൊന്നും സെപ്പറേറ്റ് ചെയ്താൽ മതി. നമ്മൾ എഴുതിയിട്ടുണ്ട് പാരിറ്റി മെട്രിക്സ് പി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പാരിറ്റി മെട്രിക്സിനെ ഒന്ന് ട്രാൻസ്പോസ് ചെയ്ത് എഴുതാം. ട്രാൻസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്ന റോ 1 0 1 ഇല്ലേ, അത് നേരെ താഴേക്ക് എഴുതാം. നോക്കുക 1 0 1. ഇനി നോക്കുക അടുത്ത റോ 1 1 1 അല്ലേ, അതിന് തിരിച്ചെഴുതാം 1 1 1. ഇനി നോക്കുക അടുത്തതിനെ 1 1 0. ഇനി അടുത്ത നോക്കുക 0 1 1. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് പി ട്രാൻസ്പോസ് കിട്ടും. പാരിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ്, അതിനെയാണ് തിരിഞ്ഞ ഫോം അല്ലെ, ട്രാൻസ്പോസ് ഓഫ് എ പാരിറ്റി മെട്രിക്സ്. അപ്പൊ 3 സ്റ്റെപ്പും കഴിഞ്ഞു. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പാരിറ്റി മെട്രിക്സ് കിട്ടും. അതിന്റെ റോ എടുത്ത് കോളമായിട്ട് എഴുതാം, കോളം എടുത്ത് റോ ആയിട്ട് എഴുതാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം തിരിച്ചെഴുതി ട്രാൻസ്പോസ് കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ പാരിറ്റി ചെക്ക് മെട്രിക്സ്. ഒന്നുമില്ല, അതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. ആദ്യം പി ട്രാൻസ്പോസ് എഴുതുക, പിന്നെ ഐ മെട്രിക്സ് എഴുതുക. നോക്കുക, നമുക്ക് ഇവിടെ ഓൾറെഡി പി ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. പി ട്രാൻസ്പോസ് ആദ്യത്തെ പോർഷൻ അതേപോലെ എഴുതാം. ഇതാണ് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന പി. ഇനി ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതാം. അപ്പൊ നമുക്ക് അറിയാം ടോട്ടൽ ലെങ്ത് 7 ആണ് അല്ലെ. നോക്കി ഓൾറെഡി 1 2 3 4 ആയി, 4 ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് 5 6 7. അപ്പൊ നമുക്ക് ഒരു 3 എണ്ണം കൂടെ വന്നാൽ മതി അല്ലെ. ടോട്ടൽ ലെങ്ത് 7 ആണെന്ന് അറിയാം. 4 ഓൾറെഡി ഇതിനകത്ത് വന്നു. ഇനി ഒരു 3 എണ്ണത്തിന്റെ മെട്രിക്സും കൂടെ വെക്കുക. അത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി മെട്രിക്സ് ഒന്നുമില്ല, ഇത് ഇങ്ങനെ 1 1 1 വരണം. അപ്പൊ അതും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പാരിറ്റി ചെക്ക് മെട്രിക്സ്. ഇത്ര ഉള്ള പ്രോബ്ലം, വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാനായിരിക്കും. തന്നിരിക്കുന്ന ജനറേറ്റർ മെട്രിക്സ് ആണ്. ക്വസ്റ്റിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു 7/4 കോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് 7/4 എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ N ആണ് 7 ടോട്ടൽ കോഡ് വേർഡ്, K എന്ന് പറയുന്നത് മെസ്സേജിന്റെ ബിറ്റ്സ് 4. അപ്പൊ അഡീഷണലി കുറച്ച് ബിറ്റ്സും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 3 വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ജനറേറ്റർ മെട്രിക്സിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്നത് ഐഡന്റിറ്റി മെട്രിക്സും ബാക്കിയുള്ളത് പാരിറ്റി മെട്രിക്സും ആയിരിക്കും. പാരിറ്റി നമുക്ക് ഓൾറെഡി അറിയാം 3 ബിറ്റ്സ് ആണെന്നുള്ള. അപ്പൊ 3 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഐഡന്റിറ്റി മെട്രിക്സ് എല്ലാം നോക്കി ഇവിടെയും കണ്ടുപിടിക്കാം ഐഡന്റിറ്റി മെട്രിക്സ് കണ്ടാ. അപ്പൊ അത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഐഡന്റിറ്റി മെട്രിക്സ് എഴുതണം, പാരിറ്റി മെട്രിക്സ് എഴുതണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടിയ പാരിറ്റി മെട്രിക്സിനെ ട്രാൻസ്പോസ് എഴുതാം. ഒന്ന് തലതിരിച്ച് എഴുതാം അല്ലെ. റോയിങ് കോളം ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാരിറ്റി മെട്രിക്സ് കിട്ടും. പാരിറ്റി മെട്രിക്സിന് ട്രാൻസ്പോസ് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിയ